യുഎസിൽ മുതിർന്ന പൗരന്മാരെ തട്ടിപ്പിൽ കുരുക്കി പണം തട്ടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഇന്ത്യൻ പൗരന്മാരായ ഇവർ വിദ്യാർത്ഥി വിസ നേടിയാണ് യുഎസിലെത്തിയത്. 24 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് ഇൽഹാം വഹറ, ഹാജി അലി വഹറ എന്നിവരാണ് പിടിയിലായത്. ഇവരെ എൽപാസോ കൗണ്ടി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എൽപാസോ കൗണ്ടി ഷെരീഫ് ഓഫീസാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. അമേരിക്കയിലെ പല ആളുകളും ഇത്തരം തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ട്. പ്രായമായവരെ ചൂഷണം ചെയ്യൽ, മോഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികളായ ഇരുവരും ചിക്കാഗോയിലെ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളാണ്. 2024 ഒക്ടോബറിലാണ് ഷെരീഫ് ഓഫീസിലെ റീജിയണൽ കമ്മ്യൂണിക്കേഷൻസ് സെന്ററിൽ തട്ടിപ്പിനിരയായ മുതിർന്ന പൗരൻ പരാതി നൽകിയത്. തന്നെ ഒരാൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കി എന്നുമായിരുന്നു ഇയാളുടെ പരാതി. ഫോൺ വിളിച്ച വ്യക്തി താൻ ഒരു ഗവൺമെൻറ് ഏജന്റാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഈ മുതിർന്ന പൗരനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഭീഷണിക്ക് വഴങ്ങി പരാതിക്കാരൻ പണം അയച്ചു കൊടുക്കുകയും ചെയ്തു. ക്രിപ്റ്റോ കറൻസി ATM വഴിയാണ് പണം നൽകിയത്. മാത്രമല്ല, സ്വർണം വാങ്ങി പ്രതികൾക്ക് നേരിട്ട് കൊടുത്തെന്നും പരാതിക്കാരൻ വെളിപ്പെടുത്തി. പരാതി ലഭിച്ചതിനെ തുടർന്ന് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സെൽഫോൺ ടവർ രേഖകൾ പരിശോധിച്ചതിലൂടെയാണ് കേസ് ഹാജി അലി, മുഹമ്മദ് ഇൽഹാം എന്നു പേരുള്ള 2 ഇന്ത്യൻ പൗരന്മാരിലേക്ക് എത്തിയത്. പ്രായമായ പൗരന്മാർക്കെതിരെ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നവരെക്കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നെന്നും തട്ടിപ്പ് സംഘങ്ങൾ സജീവമായി രംഗത്തുണ്ടെന്നും എൽപാസോ കൗണ്ടി ഷെരീഫ് ജോസഫ് റോയ്ബാൽ പറഞ്ഞിരുന്നു. തട്ടിപ്പ് സംഘങ്ങളുടെ ഫോൺ വിളികളെയും ഇമെയിലുകളെയും കുറിച്ച് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പ്രായമായവരുമായി സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോൺ വിളികളിലൂടെയുള്ള തട്ടിപ്പുകൾ കൂടി വരുന്നതായി അധികൃതർ വ്യക്തമാക്കുന്നു. തട്ടിപ്പുകാർ പല രീതിയിലാണ് ആളുകളെ വിളിക്കുന്നത്. ചിലപ്പോൾ ഗവൺമെൻറ് ഏജന്റുമാരാണെന്ന് ഇവർ പരിചയപ്പെടുത്തും. മറ്റു ചിലപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥരാണെന്നും IT വിദഗ്ധരാണെന്നും പറഞ്ഞ് ഇരകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അന്വേഷണവുമായി സഹകരിക്കണം, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ക്രിപ്റ്റോ ATMൽ പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് കൂടുതൽ പണം പിൻവലിക്കാൻ പറയും. സ്വർണം വാങ്ങിച്ചു നൽകാനും തട്ടിപ്പുകാർ ആവശ്യപ്പെടാറുണ്ട്. ഗവൺമെൻറ് ഏജന്റുമാരാണെന്ന് പറഞ്ഞ് ഇരകളെ ഭീഷണിപ്പെടുത്തി ഈ പണവും സ്വർണവും തട്ടിപ്പു സംഘം കൈക്കലാക്കും. ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് ഷെരീഫ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. ബാങ്ക്, IT, ഗവൺമെൻറ് അന്വേഷണമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഫോൺ വിളിച്ച് പണം ചോദിച്ചാൽ ഒരിക്കലും കൊടുക്കരുത്. ക്രിപ്റ്റോ കറൻസിയോ സ്വർണമോ പണമോ ആർക്കും കൈമാറരുതെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. സംശയം തോന്നുന്ന എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുക. കഴിഞ്ഞ മാസം യുഎസിലെ ന്യൂജേഴ്സിയിൽ ഒരു ഗ്രോസറി സ്റ്റോറിൽ മോഷണം നടത്തിയെന്നാരോപിച്ചും 2 ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോലീസിന്റെ പിടിയിലായിരുന്നു. തെലങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നുള്ള ഭവ്യ ലിംഗനഗുണ്ട, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള യാമിനി വൽക്കൽപുടി എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. ന്യൂജേഴ്സിയിലെ സ്റ്റീവൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി എത്തിയതായിരുന്നു ഇവർ. എന്നാൽ മാർച്ച് 19 ഹൊബോക്കൻ സിറ്റി പോലീസ് ഇവരെ പിടികൂടി. ഹൊബോക്കൻ ഷോപ്പ് റേറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പണം നൽകാത്തതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറയുന്നു. ഈ കേസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.